ഷാജി ചെയ്തത് മഹാപിടിതരാന്നേ ഞാൻ പറയുള്ളൂ. മരിക്കേണ്ട കാര്യമില്ല, മരിക്കില്ല. ഷാജി ഫൈറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ ഷാജി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഈ കുട്ടിയുടെ അമ്മയുടെ ഹാൻഡ് ബാഗ് ഉണ്ട്. അമ്മ എൻ്റെ അടുത്ത് പറയണേ, ടീച്ചർ ഈ ബാഗ് തട്ടിയിട്ട് ഇതിൽ ആവശ്യം പോലെ കാശുണ്ട്, നമുക്കിതിൽ ആർക്ക് കൊടുക്കാം, എൻ്റെ മോൾക്കൊരു സമ്മാനം വേണം. അപ്പം ഞാൻ പറഞ്ഞു ഇതിനൊന്നും ഞാൻ തയ്യാറല്ല. സെലിബ്രിറ്റി മഹാതറ ടിക്കറ്റായിട്ട് മുതുകിലേ ഇവിടെ ബ്ലൗസ് ഇങ്ങനെ ഇറക്കി വെട്ടിയിട്ടുണ്ടാവും, ഇവിടെ വലിയൊരു പൊട്ട് ഒട്ടിക്കും, ഇതുപോലത്തെ ഒരു പൊട്ട് ബാക്കിൽ ഒട്ടിക്കുക. ഇതൊക്കെയാണ് സിക്കില്ല. സുമേഷിന് ഞാൻ ഒരു 2-4-5 കോടിങ് തരാം പൈസ. സുമേഷ് നല്ലൊരു പാട്ടൊന്ന് പാടാവോ? പറ്റില്ല. ദൈവികമല്ലേ കല? ദൈവികം എന്ന് പറഞ്ഞാൽ പാട്ടും നൃത്തവും. തൊഴിലെന്തും കലയായിട്ട് എന്ത് സാധനം കോടികൾ കൊടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ജന്മസിദ്ധമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരാളുടെ അടുത്ത്, ഞാൻ ഇപ്പോൾ സുമേഷിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ സുമേഷിനെ വിശ്വസിച്ച് സംസാരിക്കല്ലേ? അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നല്ലേ? അതിനെ പുറത്തു വിടാനാണോ? വളരെ ഒറ്റ അർത്ഥത്തിൽ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് പുറത്തു വിട്ടപ്പോഴത്തേക്ക് ഇതെല്ലാം ബാലൻ്റെ കയ്യിൽ കിട്ടി. നമസ്കാരം. യൂണിവേഴ്സിറ്റി കലോത്സവവും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മഹത്യയുമൊക്കെ ഇപ്പോഴും കേരളത്തിൽ വിവാദ വിഷയങ്ങളായി കത്തി നിൽക്കുകയാണ്. 44 വർഷം നീണ്ട 44 വർഷം ഈ രംഗത്തുള്ള, അതായത് വിധികർത്താവായും മത്സരാർത്ഥിയായും ഒക്കെ കലാരംഗത്തുള്ള ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ടീച്ചറാണ് ഇന്ന് DNA ന്യൂസിനൊപ്പമുള്ളത്. കലോത്സവങ്ങളെക്കുറിച്ചും ഇതിനുള്ളിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ചും രാഷ്ട്രീയ രംഗത്തെക്കുറിച്ചും കലാരംഗത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട് സത്യഭാമ ടീച്ചർക്ക്. ടീച്ചർ സ്വാഗതം. നമസ്കാരം. ടീച്ചർ അറിഞ്ഞല്ലോ, നമ്മുടെ സർവകലാശാല കലോത്സവം കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചുള്ള ചില നിർഭാഗ്യകരമായ ചില സംഭവങ്ങളും കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ അലയിലൊന്നും കെട്ടടങ്ങിയിട്ടില്ല. പക്ഷേ നമുക്ക് തീർത്തും വേദനയുണ്ടാക്കുന്ന ഒന്നാണ് വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മഹത്യ. അതിന് കാരണക്കാരായി ആരോപിക്കപ്പെടുന്നത് SFIക്കാരെയാണ്. വളരെ ക്രൂരമായി ഒരു മനുഷ്യനെ കൊണ്ടുപോയി മർദ്ദിക്കുന്നു. അതിനുശേഷം അയാളോട് വളരെ മോശമായ ഭാഷയിൽ, അതായത് ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെയും ആത്മബോധത്തെയും ഒക്കെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുന്നു. അതിനുശേഷം ആ മാനസിക പീഡനം താങ്ങാൻ കഴിയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ടീച്ചർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ 44 വർഷം ഈ കലാഫീൽഡിൽ എൻ്റെ യാത്ര തുടങ്ങിയിട്ട് അത് ഏകദേശം ഒരു 3/4 ഭാഗമായി എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ കലയായിട്ടുള്ളതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ നടന്ന സംഭവം ഞങ്ങൾ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. ഇത് വർഷങ്ങളായിട്ട് ഈ തിരിമറികളും ഈ പിന്നെ കോഴക്കേസുകളും പൈസ കൊടുത്തും എല്ലാ തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ഈ രീതികൾ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അതായത് ഇപ്പോൾ അത് പുറത്തോട്ടൊന്നൊരു ചെറിയ രീതിയിൽ വന്നു എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴും ഷാജിയെ സംബന്ധിച്ച്, ഷാജിയെ എനിക്ക് പേഴ്സണലായിട്ട് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ AKDTO എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കലാകാരന്മാരുടെ, ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയാണ്. ഇതിനകത്ത് ഷാജി പല കമ്മിറ്റികൾക്ക് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നേരിട്ട് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. കുറേ പേരിരിക്കുമ്പോൾ നമുക്ക് പരിചയം ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു ഇപ്പോൾ പിടിച്ചിട്ടുള്ള 2 വ്യക്തികൾ, ജോമറ്റും അതേപോലെ സൂരജും, ഇവരായിട്ടുള്ള ബന്ധം നേരത്തെ മുതൽ ഷാജിക്കുണ്ട്. അല്ല, ഈ ജോമറ്റിനെയും സൂരജിനെയും ടീച്ചർക്ക് മുൻപരിചയമുണ്ടോ? മുൻപരിചയം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫീൽഡിൽ വന്നിട്ട് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ഒരു ബാക്ക് സൈഡിൽ നിൽക്കുന്ന 2 പേരാണ് അവർ. അത് ടീച്ചർക്ക് എങ്ങനെ പറയാൻ കഴിയും? പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു തെളിവെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കരകോളം ബിജു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഡാൻസൊക്കെ പഠിപ്പിക്കുന്നത്. ഈ പയ്യൻ്റെ അടുത്തുനിന്ന് ഒരു ഉദാഹരണമാണ്, ഒരു എക്സാമ്പിളാണ് അത്. അവൻ്റെ അടുത്തുനിന്ന് ഒരു കുട്ടി എൻ്റെ അടുത്തോട്ട് വന്നു. എന്നുവെച്ചാൽ ഇവർ ഈ പിന്നെ നെടുമങ്ങാട് ആ പരിസരത്തുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള കുട്ടികളുടെ പ്രോഗ്രാം കാണാനായിട്ടുള്ളൊരു സാഹചര്യം ചിലപ്പോൾ ചില അമ്മമാർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് തോന്നും അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഇവിടെയാണെന്ന് തോന്നിയിട്ട് അങ്ങനെ വരുന്ന ചില കുട്ടികൾ. അതിലൊരു കുട്ടി, ഈ കുട്ടി വന്ന് എൻ്റെ അടുത്ത് നിന്ന് കളിച്ചു, നന്നായിട്ട് ഒരുവിധം കളിക്കുന്ന ഒരു കുട്ടിയാണ്.
ഈ കുട്ടിയെ ഞാൻ എന്നിട്ട് ഈ നെടുമങ്ങാട് സബ് ജില്ലയിൽ കൊണ്ടുപോവാം. അന്ന് ആ ബിജു അവിടെ കാണിച്ചു കൂട്ടിയിട്ട് നമ്മളങ്ങ് ഡയറക്റ്റ് കാണുകയാണ് ഈ ജഡ്ജസിന്റെ അടുത്തുള്ള കാട്ടായങ്ങളും ഇവർ സമ്മാനം മേടിക്കുന്നു. ഇതൊക്കെ നമ്മൾ വേദന കൊണ്ട് പല പ്രാവശ്യം പല വേദികളിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ തിരിച്ചു പോന്നിട്ടുണ്ട്. അല്ല, എങ്ങനെയാണ് ഈ ബിജുവിന്റെ ഇടപെടലുകൾ ആ വിധികർത്താക്കൾ? ഈ ഇടപെടൽ എന്ന് പറഞ്ഞാലേ, ഞാൻ ഏറ്റവും മെയിനായിട്ട് ഞാൻ ഈ ബിജുവിനെ, ജോമറ്റിനെ, സൂരജിനെ പറയണേക്കാട്ടിലും ആദ്യം പറയാം പ്രോഗ്രാം കൺവീനറാണ്. ഈ കൺവീനറാണ് ആദ്യം പിടിക്കേണ്ടത്, യാതൊരു സംശയമില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പ്രോഗ്രാം കൺവീനർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ആദ്യത്തെ ആൾ കാശ് മേടിക്കുന്നത്. ഈ കൺവീനർക്ക് അറിയാം ഏത് ജില്ലയിൽ നിന്നൊക്കെ എവിടെ നിന്നൊക്കെ ജഡ്ജസിനെ വിളിക്കുന്നുള്ള കൺവീനറാണ്. ഈ കൺവീനറിനെയാണ് ഇവരൊക്കെ ചെന്ന് പിടിക്കുന്നത്. പിടിക്കുമ്പോൾ അവിടെ ഒരു തുക, ഈ തുക കഴിഞ്ഞിട്ട് പിന്നെ ജഡ്ജസ് ആരൊക്കെ വരണമെന്ന് പറഞ്ഞാൽ ഇവർ 3 പേരുണ്ടെങ്കിൽ 3 പേർക്കുള്ള തുക വേറെ. ഇതെല്ലാം കൊടുക്കുന്നത് ആരാണ്? പാരൻസ്. അവരെ സംബന്ധിച്ച് അവർക്കൊരു സമ്മാനം കിട്ടിയാൽ മതി. എന്തിനും തയ്യാറായിട്ടുള്ള കുറേ പാരൻസും ഉണ്ട്. ലക്ഷങ്ങൾ. വേറൊരു ഉദാഹരണം പറയാം. എൻ്റെ അടുക്ക ഒരു പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ആറ്റിങ്ങിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴൊന്നും അല്ല, എനിക്ക് തോന്നുന്ന ഒരു 10-15 കൊല്ലത്തിന് മുകളിലുള്ളൊരു സംഭവമാണ്. ഈ കുട്ടിയുടെ അമ്മ സ്റ്റേറ്റ് യുവജനോത്സവത്തിന് ഇരിക്കുക. സ്റ്റേറ്റ് അന്ന് തൃശ്ശൂർ എവിടെ വെച്ച് നടക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ജില്ലയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് ഈ കുട്ടി സ്റ്റേറ്റിൽ വന്നു. ഈ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ ഹാൻഡ് ബാഗുണ്ട്. അമ്മ എൻ്റെ അടുത്ത് പറയണേ, ടീച്ചർ ഈ ബാഗ് തട്ടിയിട്ട് ഇതിൽ ആവശ്യം പോലെ കാശുണ്ട്, നമുക്കിതിൽ ആർക്ക് കൊടുക്കാം, എൻ്റെ മോൾക്കൊരു സമ്മാനം വേണം. അപ്പം ഞാൻ പറഞ്ഞു ഇതിനൊന്നും ഞാൻ തയ്യാറല്ല. ഞാനിതിപ്പോൾ ശരിക്ക് സുമേഷെ പറയുന്നത്, ഈ നിമിഷം വരെ ഒരു സമ്മാനം ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇത് ഞാൻ സംസാരിക്കുന്ന ആര് കേട്ടാലും എനിക്ക് പറയാൻ 100% യോഗ്യതയുണ്ട്. എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിലിഷ്ടം പോലെ കാശാണ്. അപ്പം ഞാൻ എന്താ വിട്ടു, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേദി കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 500 ക്ലാസ് അല്ലെങ്കിൽ ഒരു 100 റിഹേഴ്സലിൻ്റെ ഫലമാണ് ഒരു സ്റ്റേജ്. ആ കളിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് സ്റ്റേറ്റിൽ. എന്നിട്ട് ഇവർക്ക് അന്ന് ഒന്നും കിട്ടിയില്ല. എന്ന് വെച്ചാൽ കുട്ടി സാധാരണഗതിയിൽ ഓടിച്ചെന്ന് അങ്ങ് സ്റ്റേറ്റിലൊക്കെ കളിക്കുക എന്ന് പറഞ്ഞൊരു സഭാകമ്പം ഉണ്ടാവും. കുട്ടികൾക്കൊരു പേടി കാണും. നല്ല ക്രൗഡായിരിക്കുമല്ലോ ഓഡിയൻസ്. നല്ല വലിയ ഓഡിറ്റോറിയം ഒക്കെ കെട്ടിയിട്ടൊക്കെ കാണിക്കുമ്പോൾ അതിനകത്തൊരു പേടി കാണും. ഈ പേടി എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല. അത് എൻ്റെ കുട്ടിക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് ആ കളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. സ്റ്റാർട്ടിങ്ങിലെ കുട്ടിയുടെ ആ കളിയുടെ വരവും എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോക്കാം. എന്ന് വെച്ചാൽ കളിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പിടി കിട്ടി, അത് ചെയ്യൂല, ഒന്നും കിട്ടിയില്ല. നേരെ ചെന്നിട്ട് തിരുവനന്തപുരത്ത് തന്നെ വേറൊരു സ്ഥാപനത്തിൽ ചെന്നു. ആ സ്ഥാപനത്തിൽ ടീച്ചറിൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ടീച്ചറിൻ്റെ അടുത്ത് ഈ കുട്ടി ഒരു എൻ്റെ നോട്ടത്തിൽ ഒരു B ഗ്രേഡ് കളിയാണ് ഈ കുട്ടിക്കുള്ളൂ. എങ്ങനെയൊക്കെയോ ജില്ലയിൽ നിന്ന് കടന്ന് അങ്ങ് പോയി. എന്നാൽ ചാറ്റിങ്ങൽ ജില്ലയും സബ് ജില്ലയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് കടന്നു പോകാൻ ഇത്തിരി എളുപ്പമാണ്. ഒരുപാട് നല്ല സ്റ്റാൻഡേർഡുള്ള കുട്ടികളുണ്ടെന്നുള്ളത് അവിടെ കുറവാണ് ആറ്റിങ്ങൽ ഭാഗത്ത്. ഈ കുട്ടി പിറ്റേ വർഷം ആ ടീച്ചറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി കലാതിലകമായി ആ കുട്ടി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ടീച്ചർ അതുപോലെ കാശ് കൊടുക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ ഇത്രയും ഈ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ കൊല്ലം കുറച്ച് പിടി വീണു. ആ ഷാജി ചെയ്തത് മഹാപിടിതരാന്നേ ഞാൻ പറയുള്ളൂ. മരിക്കേണ്ട കാര്യമില്ല, മരിക്കില്ല. ഷാജി ഫൈറ്റ് ചെയ്യണമായിരുന്നു. അല്ല, ഷാജി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞൂടല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പൊതുവെ ജനസംസാരം. എന്നുവെച്ചാൽ ജോമറ്റിൻ്റെയും സൂരജിൻ്റെയും കൂടെ ഷാജി ചേർന്നിട്ടുണ്ട് എന്നാണ് പൊതു സംസാരം കലാകാരന്മാരുടെ ഇടയിൽ എന്നുള്ളത് ഞാൻ ഇന്നലെ വരെ കേട്ടു. ഞാൻ കേട്ടു. ഞങ്ങൾ കുറച്ച് പേര് വൈലോപ്പള്ളിയിൽ കൂടിയായിരുന്നു ഇന്നലെ. അവിടെ ഒരു ചിലങ്ക ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതെനിക്ക് പൂർണ്ണമായിട്ടും ഞാനത് വിശ്വസിക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇവരുടെയൊക്കെ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത്. ഇപ്പം ഷാജി മരിച്ചതുകൊണ്ട് സൂരജും ജോമറ്റും കൂടെ SFIക്കാരെ തലയിലേക്ക് വെച്ചിരിക്കുകയാണ്. SFIക്കാർ അടിച്ചോ പിടിച്ചോ എന്നുള്ളത് സുമേഷ് ഞാൻ കണ്ടിട്ടുമില്ല. ഇവരൊക്കെ പറഞ്ഞത് കേട്ടു, പത്രത്തിൽ കണ്ടു എന്നല്ലാതെ നമുക്കതിന് തെളിവില്ല. SFI ആണോ UDF ആണോ BJP ആണോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്, അടിച്ചു പിടിച്ചു എന്നുള്ളത് പറയാനായിട്ട് ആ പയ്യൻ ജീവിച്ചിരിക്കണമായിരുന്നു. എന്നാൽ അവന് സുഖമായിട്ട് നീതി കിട്ടുമായിരുന്നു. എന്തിനു മരിച്ചു? അല്ല, അതായത് ഒരു മനുഷ്യന് താങ്ങാവുന്നതിലധികം മാനസിക കുടുംബം ആലോചിക്കണം വേണ്ടേ? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ പിടി വീഴും.
പിടിവീഴുമ്പോൾ ഇവർ SFIക്കാരുടെ തലയ്ക്ക് വെച്ചേക്കണം എന്തിനാ അറിയുന്നത്? ഏതൊക്കെയോ ഒരു ആരുടെയൊക്കെയോ പേരൊക്കെ പത്രത്തിൽ ഞാൻ വായിച്ചു, മാതൃഭൂമിയിൽ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വെച്ചിട്ടുള്ളത് ഇവന്മാരിത് തുടർന്നും ഇവർ ചെയ്തിരിക്കും, ഈ 2 എണ്ണം. അതായത് തുടർന്നും ഈ പരിപാടി തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വർഷങ്ങളായിട്ടുള്ളതാ, ഇന്ന് ഇന്നലെയും തുടങ്ങി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് മുൻകാലങ്ങളിൽ വന്ന പല കലാതിലകങ്ങളും കലാപ്രതിഭകളും ഒക്കെ അർഹരല്ലാതായി വന്നവരാണെന്ന് ടീച്ചർക്ക് പറയാൻ കഴിയില്ലേ? ഇഷ്ടം പോലെ. അതായത് ഒരു കാലത്ത് യൂണിവേഴ്സിറ്റിക്ക് കലാതിലകം ആവുകയാണെങ്കിൽ മെഡിസിൻ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല അത്. ആ സീറ്റിന് വേണ്ടി പല വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മക്കള്, അതും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പോഴും ഡോക്ടറായിട്ട് വലിയ വിലസുന്നുണ്ട് അവര്. പക്ഷെ പഠിക്കാൻ കൊള്ളൂല, കലാതിലകമായിട്ട് കയറിയതാണേ, മനസ്സിലായേ? അപ്പൊ അവർക്ക് കഴിവില്ല. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് എൻ്റെ ഒരു കുട്ടിയുടെ അമ്മയാണ് മെഡിക്കൽ കോളേജിൽ, മനസ്സിലായ? ആരെ MBBS ക്ലാസ് എടുക്കുന്നത്. ഈ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു വഹ പഠിക്കില്ല, എത്രയോ പ്രാവശ്യം തോറ്റ്, പക്ഷെ ഇപ്പോൾ ഡോക്ടറാണ്. ഡോക്ടർ അതിനും. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ 2 മക്കളായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് കൊട്ടാരക്കരയിൽ 2 കുട്ടികളുണ്ട്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് സുമേഷിന് അവരുടെ പേര് പറഞ്ഞുതരാം. ഇതിൽ ഞാൻ പബ്ലിക്കായിട്ട് ആ കുട്ടികളെ പറയുന്നില്ല. ആ 2 കുട്ടികളും ഡോക്ടർമാർ. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ 2 മക്കളും ഡോക്ടേഴ്സ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അപ്പോൾ കലാതിലകം ഇവർ 4 പേരും കലാതിലകം ആയിട്ടുള്ളത് പോക്കൊക്കെ വർഷങ്ങൾ എത്ര മുമ്പ് നടന്നിട്ടുള്ള കയറാണ് യൂണിവേഴ്സിറ്റിക്ക്. ഇപ്പം എന്ന് പറഞ്ഞാൽ അന്ന് SFI ആണ്, ഇന്ന് SFI ആണ്. ഇന്ന് ഇപ്പോൾ ഈ ഷാജി മരിക്കാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മളിതെന്താ മരിച്ചത് കൊണ്ട് എല്ലാവർക്കും ഒരു സങ്കടമായത്. ആ പയ്യ എന്തിനു മരിച്ചു, അതിൻ്റെ സത്യാവസ്ഥ ആർക്കിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ഷാജി എന്തിനു മരിച്ചതെന്ന് തന്നെ ഞാൻ ചോദിക്കുള്ളൂ. മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിന്നും കൊണ്ട് ഫൈറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെയല്ല തെളിവ് നമ്മൾ എടുക്കുകയല്ലേ. തീർച്ചയായും അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹം രക്ഷപ്പെട്ട് മരണത്തിലൂടെ രക്ഷപ്പെടാമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. പക്ഷെ അദ്ദേഹം ഒരു സംശയമുന എപ്പോഴും അദ്ദേഹത്തിന്റെ നമ്മുടെ എങ്ങനെയാന്ന് വെച്ചാല് ചെറിയൊരു കാര്യം മതി ഇൻസൾട്ട് ചെയ്യാനും പരിഹസിക്കാനും എല്ലാ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പയ്യന് അത് താങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല. മേലാല് ഇനിയും തിരുവനന്തപുരത്തേക്ക് പോണ്ടി വരും അമ്മ എന്ന് പറഞ്ഞു ഇത്ര ബോർഡ്. ഇപ്പം ഇന്നലെ ഞങ്ങൾ വൈലോപ്പള്ളിയിൽ കലാകാരന്മാർ കൂടിയപ്പോൾ പറഞ്ഞത് ഒരു പിരിവെടുക്കണം, സംഘടന ഒരു പിരിവെടുത്തിട്ട്. അവൻ്റെ അമ്മ ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാ, അവൻ്റെ വീടിനെ കാണിച്ചത് വളരെ ശോചനീയമാണ് ആ വീടിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു പിരിവെടുത്ത് അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ള ഒരു സംസാരം ഉണ്ടായി. അത് ഇനി കമ്മിറ്റിയൊക്കെ കൂടിയാലും അറിയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ജോമറ്റും സൂരജും ഇതും മേലാലും നല്ല വെട്ടിപ്പായിട്ട് കൊണ്ടുപോകും. അതിനാണ് അവരിപ്പോൾ SFIക്കാരുടെ തലയ്ക്ക് വെച്ചാണ്. SFI എന്തോ ആയിക്കോട്ടെ, ഞാനത് പറയുന്നില്ല, പാർട്ടിയല്ല അവിടെ പറയുന്നത്. അതിപ്പോൾ ഏത് പാർട്ടിയായാലും എന്തിന് ഇത് ചെയ്തു എന്നുള്ളത്, ഈ പയ്യനെ മാത്രം എന്തിനാ ഉപദ്രവിച്ചത് എന്നുള്ളതൊരു ചോദ്യം ഉണ്ട് അവിടെ. അല്ല, ജോമറ്റ് പറയുന്നത് ജോമറ്റിനെയും ഉപദ്രവിച്ചു എന്നാണല്ലോ. ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സത്യം. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ 3 പേരുടെയും ഫോണ് പിടിച്ചു വെച്ചു സംഘാടകര്. അപ്പൊ എല്ലാം ഡീലല്ലേ എന്ന് ചോദിക്കുകയാണ് വിളിക്കണവരെ. പുറത്ത് നിന്നിട്ട് ഈ കുട്ടികളുടെ പാരൻസും ഇവിടെ മത്സരിക്കുന്ന കുട്ടികളുടെ അധ്യാപകന്മാരും ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇതെല്ലാം ഡീലെല്ലാം ഉറപ്പിച്ചു. 1.5 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞു ഉറപ്പിക്കാം. അപ്പൊ ഈ ഫോൺ ആരെയല്ലേ ഇരിക്കണത്? സംഘാടകരെയല്ലേ. അങ്ങനെയാണ് അത് പിടിവീണത്. അപ്പൊ ഇത് സത്യമല്ലേ, ഇവരൊക്കെ കാണിച്ചു കൂട്ടിയതൊക്കെ സത്യമല്ലേ? അതിന്റെ കൂട്ടത്തിൽ ആ പയ്യനും പെട്ടു. ടീച്ചർ ഒരുപാട് ഇതുപോലെ വിധികർത്താവായി പല വേദികളിലും ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് ടീച്ചർക്ക് ഇതുപോലെ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലങ്ങളിൽ നിന്നോ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. അതിനേക്കാളും ഉപരി എനിക്ക് മത്സരം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ പല കമ്മിറ്റികളിലും ജൂറി ആയിട്ടിരുന്നിട്ടുണ്ട്. ജൂറി എന്ന് പറഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് തലത്തിലുള്ള ഓരോ അവാർഡുകള് എവിടെയൊക്കെയാണ്? കലാമണ്ഡലത്തിൽ ഇരുന്നിട്ടുണ്ട്, നമ്മുടെ വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുട്ടികളുടെ ഇന്റർവ്യൂസ് വരില്ലേ, സ്കോളർഷിപ്പ്, മറ്റേ CCRTയുടെ സ്കോളർഷിപ്പ്, ഇങ്ങനെയൊക്കെ അവരാദ്യമേ ഒരു ലിസ്റ്റിങ് തരും. അത് കൂടുതലും നടന്നിട്ടുള്ളത് കലാമണ്ഡലത്തിലാണ്. ഈ കലാമണ്ഡലത്തിൽ അതിനിടയ്ക്ക് ഒരു കാര്യം, ഒരു സംശയം ചോദിച്ചോട്ടെ. ടീച്ചർ രാഷ്ട്രീയ രംഗത്ത് സജീവമല്ല, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് ഒട്ടും സജീവമല്ല. എന്നിട്ടുകൂടി എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ എത്തിപ്പെട്ടത്?
കലാമണ്ഡലത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ സുമേഷിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഞാൻ പാർട്ടിയായിട്ട് ഒരു ബന്ധമുള്ള ഒരാളല്ല. ഞാനിങ്ങനെ നമ്മൾ കലാകാരന്മാർ പല പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ചില എഴുത്തുകാരെ വിളിച്ചിട്ടുണ്ട്, പിന്നെ പല ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് വിളിക്കും. അങ്ങനെ വിളിച്ച കൂട്ടത്തിൽ അതിനകത്തൊരു CPM-ൻ്റെ ഒരു നേതാവുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ടീച്ചർ എന്താ ഇത്രയും സീനിയറായിട്ട് പോലും ഒരു സ്ഥലത്ത് എന്താ കയറാത്ത എന്ന് ആ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഈ വാക്ക് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ, സാറേ എല്ലാം പിടിയും വലിയൊക്കെ അല്ലേ, നമുക്കൊന്ന് സംസാരിക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഞാൻ അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഞാനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് നടക്കണ ഒരാളുമല്ല, അപ്പോൾ പിന്നെ ഇത്തിരി പാടല്ലേ സാറേ അത് കിട്ടാന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അതിനെന്ത് ഞങ്ങൾ കയറട്ടെ എന്ന് പറഞ്ഞു. സൂക്ഷം പോലെ അവർ കയറും ചെയ്തു. കയറിയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ പറഞ്ഞു ഈ ഏരിയയിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ചെറിയ ചെറിയ കമ്മിറ്റികളും കാര്യങ്ങളും മറ്റേ എന്താണ് ബ്രാഞ്ച് കമ്മിറ്റി അത് ഇത് അവിടെയൊക്കെ കൊടുക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറയാം. ശരി, അവിടെയൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലും കൊണ്ടു കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് സുമേഷ് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടാ? തളാൻ കുജം കിടത്തോന്ന് സുമേഷിന് പറയാറിയോ? ഇല്ല, അത് ഞാൻ തന്നെ പറഞ്ഞാലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഇരിക്കേണ്ട ഒരു പോസ്റ്റില് അല്ലെങ്കിൽ കലാകാരന്മാരിരിക്കേണ്ട ഒരു പോസ്റ്റിൽ എന്നെ അവിടെ കൊണ്ടുപോയി. എനിക്ക് പേപ്പർ വന്ന് ഞാൻ അവിടെ പോയി. അതേപോലെ തന്നെ ഞാൻ ഈ കണ്ടത് വിളിച്ച് പറയുന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടതായിട്ടും വന്നു. എന്തായിരുന്നു കാരണം ഇറങ്ങിപ്പോരാൻ കാര്യം? ഒരു നൃത്ത അധ്യാപകനുണ്ട്, ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആരാന്ന് ഞാൻ പറയുന്നില്ല, സുമേഷിന് അറിയില്ലെങ്കിലും ഞാൻ ഈ സംസാരിക്കുമ്പോൾ അത് ആരാന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഈ ചാലക്കുടിയിലുള്ള ആള് പയ്യൻ നൃത്ത അധ്യാപകനാണ്. ഇയാൾ പല ദിക്കിലും കുട്ടികളെയും കൊണ്ട് മത്സരത്തിന് വരാറുണ്ട്. കേരളത്തിലും അതേപോലെ വെളിനാടുകൾ അബുദാബി, ദുബായിലൊക്കെ ഇവർക്ക് ശിക്ഷകടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജഡ്ജ്മെൻറ്റിന് പോയി, നമ്മുടെ കോഴിക്കോട്. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് CD ആണ്. അപ്പം നമുക്ക് നൃത്ത അധ്യാപക, അപ്പോൾ സ്റ്റേജിൽ നമ്മൾ ജഡ്ജായിട്ട് ഇരിക്കുമ്പോഴേ ലൈവാണ് വരണമെന്നെങ്കിൽ ഈ സൈഡിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓർക്കസ്ട്ര ഇരിക്കുക. അപ്പോൾ ഈ കള്ളത്തരം കാണിക്കുന്ന ജഡ്ജസ് ഉടനെ ഇങ്ങനെ നോക്കും ആരാണെന്ന്. ഗുരുവിനെ നോക്കും, നമ്മൾ പറഞ്ഞു വെച്ച ആൾ തന്നെയാണോന്ന്. ചിലപ്പോൾ ഇന്ന കുട്ടിക്ക് കൊടുക്കണമെന്ന് പറയുമ്പോഴൊരു ഗുരുവിനെ നോക്കിയല്ലേ പറയുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ഓർക്കസ്ട്ര വയലിനും മൃദംഗവും പാട്ടെന്നൊക്കെ പറഞ്ഞാൽ മാറി മാറി വരും, ഗുരു ഒരിക്കലും മാറില്ല. അങ്ങനെ ഗുരുവിനെ ഇങ്ങനെ നോക്കലും അങ്ങനെ ഒരു വയ്ക്കലും പിന്നെ ഇടുന്ന മാലയ്ക്ക് ഒരു സിഗ്നലുണ്ടാവും കുട്ടിക്ക്. പിന്നെ ചില മഹാതറ ടിക്കറ്റായിട്ട് മുതുകിലേ ഇവിടെ ബ്ലൗസ് ഇങ്ങനെ ഇറക്കി വെട്ടിയിട്ടുണ്ടാവും, ഇവിടെ വലിയൊരു പൊട്ട് ഒട്ടിക്കും, ഇതുപോലത്തെ ഒരു പൊട്ട് ബാക്കിൽ ഒട്ടിക്കുക. ഇതൊക്കെയാണ് സിഗ്നല്. അപ്പൊ കുട്ടി തിരിയുമ്പോൾ ആ പൊട്ട് കാണുന്നു, അത് കണ്ട് മാർക്ക് ഇടുക, ഇതൊക്കെയാണ് ഇവരുടെ സിഗ്നല്. അപ്പൊ എങ്ങനെയോ കലാമണ്ഡലത്തിലാണ് ഈ ജഡ്ജ്മെന്റ് വന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി കലാമണ്ഡലത്തിലുണ്ട്, ബോർഡിലുള്ള സമയം 16-17 വർഷക്കാലം. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഗുരുവിനെയും നോക്കണ്ട, ആരും നോക്കുമ്പോൾ അവൾ നേരെ പോ ഇരുന്ന് ജഡ്ജ്മെൻ്റൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ വഴക്കനായിരിക്കും. ഒരിക്കലും അല്ല സുമേഷ്, ഞാൻ അന്തം വിട്ടു. ടീച്ചറെ, ഇതുപോലൊരു ജഡ്ജ്മെൻ്റ് ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല. വളരെ ജസ്റ്റായിട്ടുള്ളവർക്കൊക്കെ കിട്ടി എല്ലാതും. അതുമല്ല സുമേഷേ, ഞാൻ പറയട്ടെ, നമ്മൾ ഏതൊരു ജഡ്ജിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു വാക്ക് എന്താ അറിയോ? നിങ്ങളൊരു കുട്ടിക്ക് കൊടുത്തോ, അതിൻ്റെ യഥാർത്ഥ ഒരു കുട്ടിക്ക് ബ്രാക്കറ്റിലിട്ടൊരു ഫസ്റ്റ് കൊടുക്ക്, 2 ഫസ്റ്റ് കൊടുക്ക്, അപ്പൊ ദുഃഖമില്ല അവിടെ. നിങ്ങൾ യഥാർത്ഥ കുട്ടിക്ക് കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡൊക്കെ കൊടുത്ത് വിട്, കുട്ടികൾ അടുത്ത കൊല്ലം വരണ്ടേ. പക്ഷെ എല്ലാവർക്കും, അതായത് ഈ കല എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. അതിന് സുമേഷ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ലക്ഷങ്ങളുണ്ടെങ്കിൽ ഡോക്ടറാവാം, ശരിയല്ലേ? തീർച്ചയായിട്ടും. പ്രൈവറ്റ് കോളേജുകളിലൊക്കെ, ഗവൺമെന്റിലല്ലേ കിട്ടാത്തുള്ളൂ. എൻജിനീയറും ആവാം. സുമേഷിന് ഞാൻ ഒരു 2-4-5 കോടിങ് തരാം പൈസ, സുമേഷ് നല്ലൊരു പാട്ടിന് പാടാവാം.
പറ്റില്ല പറ്റില്ല. അത് ദൈവികമല്ലേ കല എന്ന് പറയുമ്പോൾ? ദൈവികം എന്ന് പറഞ്ഞാൽ പാട്ടും നൃത്തവും തൊഴിലെന്തും കലയായിട്ട് എന്ത് സാധനം കോടികൾ കൊടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അതേപോലെ വർക്കും നമ്മൾ ഫുൾ ടൈം ഉറങ്ങുന്ന സമയം ഒഴിച്ച് ഉറക്കവും കുറവായിരിക്കും. വല്ല നമ്മൾ റിഹേഴ്സലും പരിപാടി കഴിഞ്ഞാൽ ഉറക്കവും കുറവല്ലേ. അങ്ങനെ കലാകാരനാവാൻ സാധിക്കുക അങ്ങനെയുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കുറേ പാരൻസാണ് അപകടക്കാർ. എന്നിട്ട് കോഴിക്കോടത്തെ കാര്യം പറഞ്ഞ് മുഴുവനാക്കട്ടെ, ഞാൻ എങ്ങനെയാണ് കലാമണ്ഡലം എന്ന് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അവിടെ ഈ ചാലക്കുടിക്കാരൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടി. സാമാന്യം തെറ്റില്ലാതെ കളിച്ചത് ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, CD ആണ്, ഗുരുവിനെ അറിഞ്ഞുകൂടാ. ആ കുട്ടിക്ക് ഫസ്റ്റ് വന്നു, ചാലക്കുടിക്കാരൻ്റെ കുട്ടിക്ക്. പിറ്റേ ദിവസം ഞാൻ കലാമണ്ഡലത്തെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോള്. ടീച്ചറിൻ്റെ ജഡ്ജ്മെൻറ്റ് നല്ല ഗംഭീരമായിരുന്നു, അവിടെ നല്ല അഭിപ്രായമുണ്ട്. പിന്നെ എൻ്റെ കുട്ടിക്കാണ് ടീച്ചർ മോഹിനിയാട്ടം ഫസ്റ്റ് ഇട്ടത്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അറിഞ്ഞില്ല. എന്തായാലും കുട്ടി കളിച്ചു, ഒരുവിധം തെറ്റില്ലാതെ കളിച്ചു, അതുകൊണ്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് എല്ലാം മേടിച്ചു, കാശൊക്കെ മേടിച്ച്. അല്ല അങ്ങനെ കാശെന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റിൻ്റെ പൈസയൊക്കെ തരുമല്ലോ, അതൊക്കെ മേടിച്ച് നമ്മൾ സ്വസ്ഥം ഇങ്ങ് പോന്നു. ഈ സന്ദർഭത്തിൽ എന്നെ അബുദാബിയിൽ ഒരു ജഡ്ജ്മെൻറ്റിന് വിളിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി. ഇവിടെ നിന്ന് വേറൊരു കുട്ടിയും കൂടെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അവിടെയും CD കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചാലക്കുടിക്കാരൻ്റെ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. നമുക്കത് പറഞ്ഞുകൊണ്ട് അവിടെയും CD ആണ്. ഞാൻ കൊടുത്തില്ല. കൊടുക്കാത്ത കാര്യം നമ്മൾ നല്ലതിന് ഇട്ടു. അബുദാബി അല്ലേ, ഏത് അമേരിക്കയിൽ പോയാലും നമ്മൾ കളിച്ച കുട്ടിക്ക് കൊടുക്കുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ഫോൺ കോള്. ഈ ചാലക്കുടിക്കാരൻ, ഇന്നത്തെ അധ്യാപകൻ, നിങ്ങൾ ഭാഷ മാറി, ടീച്ചറിനുള്ള വിളിയൊക്കെ പോയി. നിങ്ങൾ എന്ത് ജഡ്ജ്മെൻ്റ് അവിടെ ചെയ്ത്? ഞാൻ ചോദിച്ചത് ആരാ സംസാരിക്കണേ? ഞാൻ ഇന്ന ആളാണ്. അത് ശരി. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട് ഏതോ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം. ആ പഠിച്ച സാധനമൊന്നുമല്ല പുള്ളിക്കാരൻ ഇപ്പം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം പുള്ളിക്കാരൻ പിന്നെ മോഹിനിയാട്ടമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാണ്ടല്ല, അതൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ബാക്കി പറയാം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാൾ കണ്ടു കഴിഞ്ഞാൽ കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്നും ആൺപിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല. അത്രയ്ക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത്. ഇതാണ് ലോകം മുഴുവൻ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ അബുദാബിയിൽ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് ജഡ്ജ്മെൻറ്റ്, നിങ്ങൾക്ക് മുദ്രകൾ വല്ലതും അറിയാവോ? എന്നോട് ചോദിക്കുക. നാമമുദ്ര, സുമേഷിന് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ, തിയറി പഠിച്ചാലേ അറിയുള്ളൂ. നാമമുദ്ര എന്താണെന്ന് അറിയാവോ? ഞാൻ ചോദിക്കട്ടെ സുമേഷേ, നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, എൻ്റെ മോന് 42 വയസ്സായി. ഈ പറയുന്ന വ്യക്തിക്ക് ഏകദേശം അതിൻ്റെ അടുപ്പിച്ച് അല്ലെങ്കിൽ 1-2 വയസ്സിൻ്റെ വ്യത്യാസമേ കാണുള്ളൂ. നമ്മൾ ഇത്രയും സീനിയറായിട്ട് ഇത്രയും അധികം വർഷം ഈ കലയും കൊണ്ട് നടന്നിട്ട് ഇതുപോലെ സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുമോ? തീർച്ചയായിട്ടും. അത് ഞാൻ ഏടോ ബലമില്ല, ഞാൻ നല്ല മറുപടി കൊടുക്കുന്ന ആളാണ്. ഞാൻ വെടുപ്പായിട്ട് അവൻ്റെ അടുത്ത് അങ്ങ് സംസാരിച്ചു. ഈ ഭാഷ മാറിയപ്പോൾ തിരിച്ചു ഞാൻ സംസാരിച്ചു. നിങ്ങൾ കലാമണ്ഡലത്തിൽ പഠിച്ചപ്പോൾ നിങ്ങളുടെ ഇന്ന ടീച്ചർമാരല്ലേ? ഞാൻ പറഞ്ഞു അവർക്ക് വിവരമുണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് വെച്ച് ഞാൻ. കലാമണ്ഡലത്തിൽ ടീച്ചർമാർക്ക് വിവരമുണ്ടെന്ന് ഞാൻ പറഞ്ഞ അവർ എൻ്റെ പേരുള്ള ഒരു ടീച്ചറുണ്ട് കരുതുന്നത് കലാമണ്ഡലത്തിൽ, മരിച്ചുപോയി അവർ. ഇവരുടെ ഭർത്താവ് വന്നിട്ട് കഥകളിക്കാരനാണ്. അപ്പം സുമേഷ് മോഹിനിയാട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കഥകളിയിൽ നിന്ന് മോഹിനിയാട്ടത്തിലേക്ക് എടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ 99.4% കഥകളിയിൽ നിന്നുള്ള മുദ്രകളും അതിൻ്റെ സഞ്ചാരിഭാവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോറി എടുക്കുമ്പോൾ ഏത് സ്റ്റോറി SRY ഏത് സ്റ്റോറി, കുചേലവൃത്തോ അല്ലെങ്കിൽ പിന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപം, ഒരുപാട് കഥകളുണ്ടല്ലോ നമ്മൾ പുരാണങ്ങളായിട്ട്. ആ കഥയൊക്കെ എടുക്കുമ്പോൾ കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ സഞ്ചാരിഭാവം ചെയ്യുന്നത് ഭയങ്കര ഒരു അവരുടെ തൊഴിൽ നമ്മളിങ്ങ് എടുക്കുകയാണ്. മനസ്സിലായി? അര കഥകളിക്കാരൻ
അങ്ങനെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആ ടീച്ചറിന്റെ ഭർത്താവ് കഥകളിക്കാരനായിരുന്നു. ഞാൻ ഈ പുള്ളിക്കാരനോട് പറയാണ്, അല്ലാണ്ട് ടീച്ചറിന്റെ ഫുള്ള് കഴിവൊന്നും അല്ല ഇത്. ഈ ആശാന്റെ എന്ന് അവരെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വന്നിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നോണ്ടിരുന്നത്. അപ്പൊ അത് ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റും? അത് ഇതിനെന്ത് ചെയ്തു ഞാൻ? അവർക്ക് എന്താ അറിയാം? അതായത് പിന്നെ അവർക്ക് പത്മശ്രീ കിട്ടിയതാ. അല്ലെ ഞാൻ ചോദിക്കട്ടെ, പത്മശ്രീ കിട്ടിയവരെല്ലാവരും അങ്ങോട്ട് നല്ലതാണ്? ആരാ ഇതൊക്കെ പറയുന്നേ? ഈ പത്മശ്രീ കിട്ടുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? അതെ അതെ, പിന്നല്ല, 100% അത് തന്നെയാണ്. അത് തന്നെയാണ് പത്മശ്രീ ആയാലും ഏതായാലും. ഞാൻ പത്മശ്രീ കൊടുക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ് കൊടുക്കാൻ. എന്തെല്ലാം പരിപാടികളാണെന്നറിയാം. നേരെ പോവാന്നല്ല, എന്തെല്ലാം വഴി വളഞ്ഞൊക്കെയാണെന്നറിയാം അത് പോകുന്നത്. ഇതൊക്കെ പോയാലും എന്തിനും ഇപ്പോഴത്തെ കാലത്ത് എന്താണ്? രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ കളിച്ച് അതിനകത്ത് വേണ്ടപ്പെട്ടവരെ പിടിക്കുക, ലക്ഷങ്ങളും കോടികളും കൊടുത്താൽ എല്ലാ പുരസ്കാരങ്ങളും കിട്ടും. അപ്പൊ ആ കാലായി. അപ്പൊ അങ്ങനെയായി. അതെ. അപ്പൊ ഈ കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു പൂർത്തിയാക്കിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇപ്പൊ ടീച്ചറെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ചാലക്കുടിക്കാരൻ എന്ത് ചെയ്തു? ഇതെല്ലാം സ്റ്റോറി ആയിരുന്നു ഞാൻ സംസാരിക്കണല്ല, റെക്കോർഡ് ചെയ്യായിരുന്നു. റെക്കോർഡ് ചെയ്തിട്ട് ഇവർക്ക് ഈ അലവലാതി കൂട്ടങ്ങളെന്നേ ഞാൻ പറയുള്ളൂ. അവിടെ കുറെ കലാകാരന്മാർക്ക് കുറെ ഗ്രൂപ്പുകളുണ്ട്. ഞാൻ സുമേഷ് ഒരു ഗ്രൂപ്പിലും ഇല്ല. എന്തിനിത് ഇങ്ങനെയൊക്കെ ഗ്രൂപ്പ്? എന്താ അന്നുള്ള വിശേഷങ്ങൾ പറയലും കൊടുക്കലും. അങ്ങനെ ഇതെല്ലാം ഇവനതങ്ങ് പുറത്ത് വിട്ടു. ഞാൻ സംസാരിച്ച് പുറത്ത് വിട്ടപ്പോൾ ഈ ടീച്ചർ പത്മശ്രീ കിട്ടിയതല്ലേ, ഈ ടീച്ചറിൻ്റെ ഭർത്താവ് കഥകളിക്കാരനല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പാലക്കാട് ഭാഗത്ത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ബാലൻ മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത്, ബാലനായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടത്തുകാരനല്ലേ, ഇവിടുത്തെ ട്രിവാൻഡ്രത്തുകാരനല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതങ്ങ് പുറത്തങ്ങ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരാളെടുത്ത്, ഞാൻ ഇപ്പോൾ സുമേഷിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ സുമേഷിനെ വിശ്വസിച്ച് സംസാരിക്കല്ലേ? അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നല്ലേ? അതിനെ പുറത്തു വിടാനാണോ? വളരെ വിവരമില്ലായ്മ ഒറ്റ അർത്ഥത്തിൽ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് പുറത്ത് വിട്ടപ്പോഴത്തേക്ക് ഇതെല്ലാം ബാലൻ്റെ കയ്യിൽ കിട്ടി. സത്യം മറ്റേ ടീച്ചറിനെ പറഞ്ഞു, ആശാനെ പറഞ്ഞു, പിന്നെ അവരെ പറഞ്ഞു, ഇവരെ പറഞ്ഞു. ഇതാണ് കാരണം. എന്നാൽ എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് എഴുതി തന്നത് അതൊന്നുമല്ല. അത് ഞാൻ വേണമെങ്കിൽ കാണിക്കാം. 2 വർഷം കഴിയുമ്പോൾ അവർക്ക് മാറ്റാൻ നിയമമുണ്ടല്ലോ. ഒരു ബോർഡിലിരിക്കുമ്പോൾ 5 വർഷം ഇരിക്കണമെന്ന് നിയമമൊന്നുമില്ല. ഇതാണ് എന്നെ അവിടെ നിന്ന് വിടാനുള്ള കാരണം. ഈ ചാലക്കുടിക്കാരൻ തന്നെ നമ്മുടെ KPS ലളിത മരിച്ചുപോയി. എന്നാലും ഞാൻ പറയുകയാണ്, ഈ ചാലക്കുടിക്കാരനും KPS ലളിതും കൂടെ ഒരു പ്രശ്നമുണ്ടായി, സംഗീത അക്കാദമിയുടെ പ്രശ്നം. അങ്ങനെ ഇവർ തമ്മിൽ ക്ലാഷായി. ഇതേപോലെ സംസാരം തന്നെ അഹങ്കാര സംസാരമായി ചെറുക്കനെ. KPS ലളിത അവസാനം എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അതും റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിട്ടു. ഇതെല്ലാം ഞാൻ എൻ്റെ വക്കീലിൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഞാനാ കൊടുത്തത്. എന്ന് വെച്ചാൽ എന്നെ തേജോവധം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കണമല്ലോ. എന്നുവെച്ചാൽ ഒരാളെ കൂടെ ഫോണിൽ സംസാരിച്ച് വിടാൻ പാടില്ല എന്നാണല്ലോ നിയമം. നിയമം ഉണ്ടെന്ന് വിചാരിക്കണു, നമുക്കറിഞ്ഞൂടെ ഇനി വിധി വരുന്നത് എന്താണ്. അപ്പൊ ഇനി കോടതി അത് അംഗീകരിച്ചില്ലെങ്കിൽ ഞാനിതുപോലെ പച്ചയ്ക്ക് അങ്ങ് വിളിച്ച് പറയും, ഇനി എല്ലാം അങ്ങ് പറയും. അപ്പൊ ജയിലിൽ പോകുന്നല്ലേ ഉള്ളൂ, ഒരു വിരോധമില്ല. അവിടത്തെയും കൂടെ രുചി അറിയണോണ്ട് ഇപ്പൊ എന്ത് തകരാറ്? അപ്പൊ അതുപോലെ തന്നെയാണ് ഇനിയും കലോത്സവങ്ങൾ ഇനിയും ഉണ്ടാകും. അപ്പോഴും ഇതിനൊരു മാറ്റം വരുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു? ഇല്ല 100% മാറ്റം വരണമെങ്കിൽ ഈ മത്സരങ്ങളെല്ലാം നിർത്തണം. ഞങ്ങള് മത്സരങ്ങൾ നിർത്തിയാൽ കുട്ടികൾക്ക് കയറി വരാനുള്ള ഒരു പടവാണ് ഈ പറയുന്ന കലോത്സവം. പടമാണല്ല, ഈ ഒരു പടം പടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിശാഗന്ധി ഫെസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ബൈലോപ്പള്ളിൽ ചിലങ്ക ഫെസ്റ്റ്, മുദ്ര ഫെസ്റ്റ് നടക്കണം. എന്തെല്ലാം ഫെസ്റ്റുകളുണ്ട്. ഗുരുവായൂർ നമ്മൾ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആരുടെയൊക്കെ കാല് പിടിക്കണം എന്നറിയാം. ഒരു വേദിക്ക് 1.5 മണിക്കൂർ ഒരാൾക്ക് തരുള്ളൂ. ഒരു ട്രൂപ്പിന് കൊടുക്കണം 1.5 മണിക്കൂറാണ്. പൈസ കെട്ടി വെക്കണം, ലൈറ്റിലും സൗണ്ടിനും ഒക്കെ പൈസ കൊടുക്കണം. ഇതെല്ലാം കൊടുത്താൽ അവിടെ ഒരു വേദിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രം ഗവൺമെൻറ് അല്ലേ? ഈ കലാകാരന്മാർക്ക് ഒരു ഗതി പരഗതിയില്ലാത്ത കുറേ കലാകാരൻ. ഞാൻ പഠിക്കുന്ന കാലത്ത് കലാമണ്ഡലത്തിൽ 22-23 പേരാണ് ടോട്ടൽ 4 ഇയറും കൂടെ. ഇന്ന് 150-200 പിള്ളേർ ഒരു വർഷം അവിടെ 4 കൊല്ലമായിട്ട് പഠിച്ചിട്ട് 10-25-30 പിള്ളേർ, 50 പിള്ളേരൊക്കെ ഒരു ദിവസം കഥകളി, ഓട്ടം എല്ലാം പഠിച്ചിറങ്ങണത്. ആർക്ക് ജോലി സാധ്യതയുണ്ട്? ഇവർ ഈ ഗവൺമെൻറ് ഇത് വല്ലതും നോക്കണ്ട. ഈ മത്സരം നടത്തിയിട്ട് കുട്ടികൾക്ക് ഒരു വേദിയിൽ ലക്ഷങ്ങളാണ് ചിലവ് ഒരു കുട്ടിക്ക്. നല്ല കുട്ടികൾ സ്കൂളിൽ നിന്നേ പോകുന്നില്ല. സ്കൂളിൽ പോകാത്ത കാര്യം എന്താ അറിയോ?
സ്കൂളിൽ ഞങ്ങൾ ഒരു 4-5 ടീച്ചർമാരെ കുട്ടികൾ സ്കൂളിൽ കളിപ്പിക്കണമെന്ന് വിചാരിച്ചോ. അപ്പം 4 കുട്ടികളത് ഇതെല്ലാം ആ സ്കൂളിലെ ടീച്ചറിൻ്റെ ഒരു കുട്ടി കളിക്കാനുണ്ടാവും. അവർ ആർക്ക് കൊടുക്കും? ആ ടീച്ചറിൻ്റെ കുട്ടിക്ക് കൊടുക്കും. അതെ. അപ്പം നല്ല കുട്ടികളൊന്നും അവിടെ നിന്ന് പോകുന്നില്ല. ഇത് സ്കൂളിൽ നിന്ന് മുതലേ പ്രശ്നങ്ങളാ. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ പിടി വീണല്ല. ഈ പിടി വീണ വലിയ വലിയ നർത്തകിമാരും നർത്തകന്മാരും, ഞാൻ താഴെ ആയിക്കോട്ടെ, അവരൊക്കെ വലുത് തന്നെയാണെന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചോളൂ. അവർ വരെ ഇതിനകത്തുണ്ട് ഈ ചങ്ങലയിൽ.